എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഒരു ചോദ്യത്തോടെ തുടങ്ങാം. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? നന്നായി ജീവിക്കണം, പണം സമ്പാദിക്കണം, സന്തോഷമായിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരുപോലെ യാത്ര തുടങ്ങുന്ന 100 പേരിൽ വെറും 5 പേർ മാത്രം വലിയ വിജയങ്ങളിൽ എത്തുമ്പോൾ ബാക്കി 95 പേരും എവിടെയോ വഴിതെറ്റി സാധാരണക്കാരായി ഒതുങ്ങിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? ലോകപ്രശസ്ത പ്രചോദനാത്മക പ്രഭാഷകനായ എൽ നൈറ്റിംഗേൽ ഇതിനൊരു ഉത്തരവും രഹസ്യവും നൽകിയിട്ടുണ്ട്. ആ രഹസ്യത്തിന്റെ പേരാണ് ദി സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. ഇന്ന് അടുത്ത ഒരു മണിക്കൂറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ്. ഹെഡ്ഫോൺ വെച്ച് ശാന്തമായി ഒരിടത്തിരുന്ന് ഇത് കേൾക്കൂ. നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അവസരങ്ങളുള്ള ഒരു സുവർണ കാലഘട്ടത്തിലാണ്. ഇന്റർനെറ്റും സാങ്കേതിക വിദ്യയും വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലെത്തും. എന്നാൽ എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ഇന്നും പരാധീനതയിൽ കഴിയുന്നത്? ഒരു കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ആൾ വലിയ സമ്പന്നനാകും. 4 പേർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടും. അതിലെ 5 പേർ ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. 55 പേര് പണമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കും. എന്തുകൊണ്ടാണ് 95% ആളുകളും പരാജയപ്പെടുന്നത് എന്നറിയാമോ? ഇതിന് എൽ നൈറ്റിംഗേൽ നൽകുന്ന ഉത്തരം ഒറ്റ വാക്കിലാണ്: അനുരൂപത. കൺഫോമിറ്റി. അനുരൂപത എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മളും അത് കണ്ണടച്ച് ചെയ്യും. അതായത് പൊരുത്തപ്പെട്ടു പോവുക മാത്രം ചെയ്യും. നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭൂരിഭാഗം ആളുകളും അറിയില്ല. സ്വന്തമായി ലക്ഷ്യങ്ങളില്ല. എല്ലാവരും ഒഴുകുന്ന വഴിയിലൂടെ അവരും ഒഴുകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും നൽകുന്ന ഉത്തരം എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. ഇതുപോലുള്ള ഉത്തരങ്ങളാണ് സാധാരണ നമ്മൾ കേൾക്കാറ്. ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ തത്വം. എന്താണ് ഈ വിചിത്രമായ രഹസ്യം? സംഗതി വളരെ ലളിതമാണ്, എന്നാൽ അതിശക്തവുമാണ്. വി ബിക്കം വാട്ട് വി തിങ്ക് എബൌട്ട്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ അതായി തീരും. ലോക ചരിത്രത്തിലെ എല്ലാ മഹത്തായ വ്യക്തികളും തത്വചിന്തകരും ശാസ്ത്രജ്ഞരും പല കാര്യങ്ങളിലും യോജിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർ 100% ഒരുപോലെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായ വ്യക്തമായ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ അത് നേടിയിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഭയവും സംശയവും പരാജയഭീതിയുമാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അതുപോലെയായിരിക്കും. വിജയം എന്നത് ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല, അതൊരു മനോഭാവമാണ്. ഒരു നല്ല ലക്ഷ്യം മനസ്സിൽ വെച്ച് അതിലേക്ക് ദിനം പ്രതി മുന്നേറുന്ന വ്യക്തിയാണ് യഥാർത്ഥ വിജയി. അതൊരു മികച്ച അധ്യാപകനാകാം, ഒരു ബിസിനസ്സുകാരനാകാം, അല്ലെങ്കിൽ നല്ലൊരു വീട്ടമ്മയുമാകാം. കാരണം ഇവരൊക്കെ വിജയിച്ചവരാണ്. അവർ ആ ലക്ഷ്യം മുന്നിൽ വെച്ച് അതിനായി പരിശ്രമിച്ചു. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഏൾ നൈറ്റിംഗേൽ നമ്മുടെ മനസ്സിനെ ഒരു ഫലഭൂയിഷ്ഠമായ മണ്ണിനോട് താരതമ്യം ചെയ്യുന്നത്. ഒരു കർഷകന്റെ കയ്യിൽ നല്ല വളക്കൂറുള്ള ഒരു ഭൂമിയുണ്ട് എന്ന് വിചാരിക്കുക. അതിൽ ഒരു സ്ഥലത്ത് നല്ല മധുരമുള്ള തക്കാളിയുടെ വിത്തുകൾ നടുന്നു. തൊട്ടടുത്ത സ്ഥലത്ത് വിനാശകാരിയായ വിഷച്ചെടിയുടെ വിത്തും നടുന്നു. കർഷകൻ രണ്ടിലും ഒരുപോലെ വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, നന്നായി പരിപാലിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷം ഭൂമി എന്താണ് തിരികെ നൽകുക? മണ്ണ് ആ വിത്തുകളെ തരംതിരിക്കില്ല. തക്കാളിയെ തക്കാളിയായും വിഷച്ചെടിയെ വിഷച്ചെടിയായും അത് വളർത്തും. നമ്മുടെ മനസ്സും ഇതുപോലെയാണ്. മനസ്സിന് നിങ്ങൾ കൊടുക്കുന്നത് പോസിറ്റീവ് ലക്ഷ്യങ്ങളാണോ അതോ നെഗറ്റീവ് ചിന്തകളാണോ എന്ന വിവേചനമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിൽ ലക്ഷ്യവും വിജയവും വിതച്ചാൽ മനസ്സ് നിങ്ങൾക്ക് വിജയം തരും. നേരെ മറിച്ച് നിങ്ങൾ മനസ്സിൽ ഭയവും പരാജയവും വിതച്ചാൽ മനസ്സ് നിങ്ങൾക്ക് തകർച്ചയാണ് നൽകുക. തീരുമാനം നമ്മുടേതാണ്. ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കും, ഓ, ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്, പക്ഷേ പ്രായോഗികമായി എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം? ഇതിനായി ഏൾ നൈറ്റിംഗേൽ നിർദ്ദേശിക്കുന്ന 30 ഡേ ചലഞ്ച് ഇതാണ്. അത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒരു കാർഡിൽ നിങ്ങളുടെ ലക്ഷ്യം എഴുതുക. നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്തതായി എന്താണ് വേണ്ടത്? അത് കൂടുതൽ വരുമാനമോ, ഒരു പുതിയ ജോലിയോ, പരീക്ഷാ വിജയമോ, ആരോഗ്യകരമായ ശരീരമോ? എന്താണ് ആവശ്യമുള്ളത്? ഒരു ചെറിയ കാർഡിൽ എഴുതുക. 2, ദിവസവും അത് കാണുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ദിവസം മുഴുവനും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഈ കാർഡ് വായിക്കുക. 3, പോസിറ്റീവായി വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ അതിനെ സങ്കല്പിക്കുക. 4, ഭയം വരുമ്പോൾ മാറ്റി സ്ഥാപിക്കുക. മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. 30 ദിവസം, അതാണ് ഏറ്റവും പ്രധാനം. അച്ചടക്കത്തോടെ ഇത് തുടരുക.
നിങ്ങളുടെ ചിന്താരീതി മാറുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 30 ദിവസം അത് കൃത്യമായി പാലിക്കുക. ഈ 4 കാര്യങ്ങൾ. ഒടുവിൽ ഒരു കാര്യം കൂടി ഓർക്കുക. ലോകത്ത് സാമ്പത്തിക വിജയവും സമൃദ്ധിയും ഉണ്ടാകുന്നത് സേവനത്തിലൂടെ, അതായത് സർവീസിലൂടെ മാത്രമാണ്. നിങ്ങൾ എത്രത്തോളം ആളുകൾക്ക് മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്തു നൽകുന്നുവോ അത്രത്തോളം വിജയം നിങ്ങളെ തേടിയെത്തും. വിജയം നിങ്ങളുടേതാകും. കാര്യകാരണ നിയമം, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ആ നിയമം അനുസരിച്ച് നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമുക്ക് തിരികെ ലഭിക്കുക. അതായത് നാം വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാനാവൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ചിന്തകളുടെ നിയന്ത്രണം ഏറ്റെടുക്കൂ. പോസിറ്റീവായി ചിന്തിക്കൂ. വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കൂ. ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ. നിങ്ങൾ തീർച്ചയായും വിജയിക്കും. ഈ സംഭാഷണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.